അടിമാലി മച്ചിപ്ലാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹം. മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതിനാൽ അസഹനീയ ദുർഗന്ധവും ഉയരുന്നതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി മച്ചിപ്ലാവിൽ പാർപ്പിട സമുച്ചയമൊരുക്കി വർഷങ്ങൾക്ക് മുമ്പ് കുടുംബങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ ഇപ്പോൾ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങൾ വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അസഹനീയ ദുർഗന്ധമാണ് കുടുംബങ്ങളെ വലിക്കുന്ന പ്രധാന പ്രശ്നം. മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം നിരന്നൊഴുകുന്നു. അസഹനീയമായ ദുർഗന്ധം തങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. ഇന്നും എൻ്റെ വെട്ടി വെള്ളം കയറി ഞാൻ തന്നെ കുത്തിക്കളഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. ഇത് പൊട്ടി ഒലിച്ച് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ശ്വാസം മുട്ടും ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, വലിയവർക്കും എല്ലാവർക്കും അതെ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്തു. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബഹുനില കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ പോലും മലിനജലം കെട്ടിക്കിടക്കുന്നു. ഇതിനകത്ത് കിടക്കുന്ന വെള്ളം വേസ്റ്റ് വെള്ളമാണ് കാണുന്നത് മൊത്തം. ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ലൈമാൻ വന്നാലും ഇതിനകത്ത് കയറാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് കിടക്കുന്നത്. ഒരു പൈപ്പ് പൊട്ടി ഇതിനകത്തേക്കാണ് വരുന്നത്. അത് മുകളിൽ കൂടെ പോകുന്ന പൈപ്പല്ല, ഒരിക്കലും താഴെ കൂടെ പോയേക്കുന്ന പൈപ്പാണ് പൊട്ടി ഒരു വലിയ ദ്വാരം ഉണ്ടായിട്ട് അതിനകത്തൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വേറെ ഒന്നും ചെയ്യാനില്ല. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ്. ഗ്യാസ് കുറ്റിയടക്കം ചുമന്ന മുകളിൽ കയറ്റണം. പ്രായമായവരും രോഗികളുമൊക്കെ ഇക്കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. ഇവിടെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ 2 ഗ്യാസ് എടുക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ അടുപ്പോ മറ്റുള്ള ഒന്നുമില്ല. 5-ാം നില 6-ാം നിലയിൽ ഓരോരോ ആളുകൾക്ക് റൂം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഗ്യാസ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? അതെന്ന് പറഞ്ഞാൽ 3 ലിഫ്റ്റ് ഇവിടെയുണ്ട്, പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഖരമാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സംവിധാനവും താറുമാറായി. അത് പകുതി ഒടിഞ്ഞാടിയിട്ട് ഇപ്പം അത് ഇരിക്കുകയാണ്. അവിടെ ഒരു ജനലും തുറക്കാൻ പാടില്ല. സർവത്ര പുകയായി അതിനകത്തേക്കാ. പല വീടുകളുടെയും മേൽക്കൂരയിൽ വെള്ളത്തിന്റെ ചോർച്ചയുണ്ട്. വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികളിലും നവീകരണം നടത്തണം. പ്രശ്നപരിഹാരത്തിനായി തങ്ങൾ പരാതികൾ പറഞ്ഞു മടുത്തുവെന്ന് കുടുംബങ്ങൾ നിസ്സഹായരായി പറയുന്നു. ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷെ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടെ പോകാന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും അത് എപ്പോഴെന്ന ചോദ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നും ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.